നമസ്കാരം. നമ്മൾ ഒരു മതത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ആ മതത്തിന്റെ പ്രവൃത്തിയെ കണക്കാക്കിയല്ലേ നമ്മൾ ആ മതത്തിന്റെ പ്രാധാന്യം അറിയുന്നത്? നമ്മളെല്ലാവരും പറയും മതങ്ങളെല്ലാം നല്ലതേ പറയുന്നുള്ളൂ. ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും ജൂതമതമായാലും പാഴ്സി ആയാലും മറ്റു മതങ്ങളായാലും ഒക്കെ തന്നെ നല്ലതാണ് പറയുന്നത്, മനുഷ്യ നന്മയ്ക്കുതകുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ പലപ്പോഴും പല വേദികളിൽ ഇതൊക്കെ പ്രസംഗിക്കാറുമുണ്ട്. പക്ഷേ ഇത് ഒരു പോസ്റ്റാണ്, ഒരു എക്സ് പോസ്റ്റാണ്. ഈ പോസ്റ്റ് എഴുതിയത് വിഖ്യാതയായ ഒരു വ്യക്തിയാണ്, ഡോക്ടർ തസ്ലിമ നസ്രീൻ. ഡോക്ടർ തസ്ലിമ നസ്രീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. ബംഗ്ലാദേശി എഴുത്തുകാരിയാണ്, അവരൊരു ഡോക്ടർ കൂടിയാണ്, സാമൂഹ്യ വിമർശകയാണ്, സ്ത്രീപക്ഷവാദിയാണ്. ബംഗ്ലാദേശിൽ നിന്ന് വധഭീഷണി മൂലം 94-ൽ അവർ നാടുവിട്ടതാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് അവർ താമസിക്കുന്നത് സ്വീഡനിലും ലണ്ടനിലുമായിട്ടാണ്. ഇപ്പോൾ അവർക്ക് സ്വീഡിഷ് പൗരത്വമുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് സ്വതന്ത്രമായി സാഹിത്യ പ്രവർത്തനം നടത്തിയതിന്, സ്ത്രീപക്ഷവാദം ഉന്നയിച്ചതിന്, ജനപക്ഷവാദം ഉന്നയിച്ചതിന്, ജനങ്ങൾക്കൊപ്പം നിന്നതിന്, അതിനുവേണ്ടി സാഹിത്യ പ്രവർത്തനം നടത്തിയതിന് ആണ് ബംഗ്ലാദേശി മതഭീകരവാദികൾ ഇവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇവർ ജീവൽ ഭയം മൂലം രക്ഷപ്പെടുകയും ചെയ്തത്. തസ്ലിമയുടെ പോസ്റ്റാണ്. കശ്മീരിലെ ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട്, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആണ് തസ്ലിമ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതായത് ഏപ്രിൽ 23-ാം തീയതി ആണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവർ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ അടുത്തുള്ള ഒരു പോസ്റ്റാണ് അത്. 2836 റീപോസ്റ്റുകളും 84 കോട്ടുകളും 8837 ലൈക്കുകളുമുണ്ട്. ഈ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിൽ ലഭിക്കുമ്പോൾ അതിനുശേഷവും ധാരാളം പിന്തുണയും ഒക്കെ തന്നെ ഇവർക്ക് ഉണ്ടായി കാണും. അവർ പറയുന്നത്, ഡോക്ടർ തസ്ലിമ നസ്രീൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലീഷിലുള്ള പോസ്റ്റാണ്, ഞാനൊന്ന് വായിച്ച് അതിന്റെ പരിഭാഷ ഒന്ന് ചെയ്യാം. ആസ് ലോങ് ആസ് ഇസ്ലാം സർവൈവ്സ്, ടെററിസം വിൽ സർവൈവ്. ഇസ്ലാം എന്ന മതം ഇവിടെ ഉള്ളിടത്തോളം കാലം ടെററിസം, ഭീകരത ഇവിടെ ഉണ്ടാകും. ആസ് ലോങ് ആസ് ഇസ്ലാം സർവൈവ്സ്, നോൺ മുസ്ലിംസ് വിൽ ഹാവ് നോ സേഫ്റ്റി, ഫ്രീ തിങ്കേഴ്സ് ആൻഡ് റാഷണലിസ്റ്റ് വിൽ ഹാവ് നോ സേഫ്റ്റി, വിമൻ വിൽ ഹാവ് നോ സേഫ്റ്റി. ഇസ്ലാം ഇവിടെ ഉള്ളിടത്തോളം കാലം, ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് സുരക്ഷ ഉണ്ടാകില്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പുരോഗമനവാദികൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഉണ്ടാകില്ല. സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇവിടെ ഉണ്ടാകില്ല. ഇസ്ലാം എന്ന മതം ഇവിടെ ഉള്ളിടത്തോളം, ഇവിടെ സർവൈവ് ചെയ്യുന്നിടത്തോളം, ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം. ആസ് ലോങ് ആസ് ഇസ്ലാം സർവൈവ്സ്, ഫ്ലവേഴ്സ് വിൽ വിതർ. ഇസ്ലാം എന്ന മതം ഇവിടെ ഉള്ളിടത്തോളം കാലം, അത് അവരുടെ കാൽപ്പനികതയാണ്, ആലങ്കാരികതയാണ്. ഫ്ലവേഴ്സ് വിൽ വിതർ, പൂക്കൾ വാടിക്കരിഞ്ഞ് ഉണങ്ങി വീഴും. ചിൽഡ്രൻ വിൽ കീപ് ഡൈങ്, കുട്ടികൾ മരണപ്പെട്ടേക്കാം, കൊല്ലപ്പെട്ടേക്കാം. മില്യൺസ് ഓഫ് ഡെഡ് ഡോഗ്സ് വിൽ കീപ് ഫോളിംഗ് ലൈക്ക് റെയിൻ. സമാധാനത്തിന്റെ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് വെള്ളരിപ്രാവുകൾ ചത്തു മഴയായി പെയ്തേക്കാം. ഫ്രം ദ വോംബ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ ആ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ഹേറ്റ്രഡ് വിൽ കീപ് ബീങ് ബോൺ, വെറുപ്പാണ് പുറത്തു വരുന്നത്. അഗ്ലി മോൺസ്റ്റേഴ്സ് വിൽ കീപ് ബീങ് ബോൺ. ഉസ്താദുമാർ, അഗ്ലി മോൺസ്റ്റേഴ്സ്, ഈ ഇസ്ലാം മതത്തെ പൊക്കിപ്പിടിക്കുന്നവർ ധാരാളമായി അത്തരം ഗർഭപാത്രങ്ങളിൽ നിന്ന് പുറത്തു വന്നേക്കാം. ആസ് ലോങ് ആസ് ഇസ്ലാം സർവൈവ്സ്, നോ കിങ്ഡം, നോ സ്റ്റേറ്റ് വിൽ ബിക്കം സിവിലൈസ്ഡ്. ഇസ്ലാം ഉള്ളിടത്തോളം കാലം, നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു രാജ്യവും സിവിലൈസ്ഡ് ആകില്ല, ഒരു രാജ്യവും സംസ്കാരവൽക്കരിക്കില്ല, ഒരു രാജ്യത്തിനും അതിൻ്റെതായ സംസ്കാരം ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തു കാണിക്കാൻ സമ്മതിക്കില്ല. ദ വേൾഡ് വിൽ നോട്ട് ബിക്കം സിവിലൈസ്ഡ്. അങ്ങനെ ഈ ലോകം തന്നെ ഒരു അൺസിവിലൈസ്ഡ് ആയിട്ട്, സംസ്കാരമില്ലാത്ത, സ്നേഹമില്ലാത്ത, സഹിഷ്ണുതയില്ലാത്ത, പരസ്പര ബന്ധവും നന്മയും ഇല്ലാത്ത ഒരു ലോകമായി മാറുന്നു. ഇത് ഡോക്ടർ തസ്ലിമ നസ്രീന്റെ വീക്ഷണമാണ്. നമ്മൾ ഈ വീക്ഷണത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം ഒരു മതത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ മതഭീകരതയ്ക്ക് മതമുണ്ട്, അത് ഇസ്ലാമാണ് എന്ന അഭിപ്രായം വ്യാപകമായി ഉയരുകയാണ്, വ്യാപകമായി ഉയർന്ന് കേൾക്കുകയാണ്. ഇതൊരു വിലയിരുത്തലാണ്. ഇത് ഡോക്ടർ തസ്ലിമ നസ്രീൻ അവരുടെ അനുഭവത്തിൽ നിന്ന്, ലോകം കണ്ടതിൽ നിന്ന്, ലോകത്തിന്റെ ആ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നാണ് ഈ ഒരു വിഖ്യാതയായ സാഹിത്യകാരി, ആഗോളതലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു സാഹിത്യകാരി, അത് മുസ്ലിം മതത്തിൽ ജനിച്ച ഒരു സാഹിത്യകാരി പറയുന്നത്. അത് ഒരു വെറും വാക്കായിട്ട് നമുക്ക് കരുതാനും പറ്റില്ല. എന്തായാലും ഇത് ഒരു ഡിസ്കഷൻ, ഇത് പരസ്പരമുള്ള ഒരു ഡിസ്കഷൻ, ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ആഗോള തലത്തിൽ തന്നെ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം,
ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.